ഈ ജർവാസ് ഈ പിടപുരുടിയിലെ ജൂനിയർ എഞ്ചിനീയർ അടക്കം 8 പേരെ കൊന്നാണ്. അപ്പോൾ അവർ അമ്പെയ്തു. അപ്പോൾ അതിനുശേഷം പിടപുരുടി ആകെ പരിഭ്രമിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ഒരു കണക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഓൺലി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഇന്ത്യസ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. അങ്ങനെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അങ്ങോട്ട് പോയി. ഒരു ദിവസം ഞാനിങ്ങനെ സൈറ്റിൽ പോകുമായിരുന്നു. ടൂൾസൊക്കെ വെച്ചതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ലേബറേയും പിറകിൽ എത്തിച്ചിരുന്നു. ക്യാമ്പിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഒരു സൈഡിലെത്തിയപ്പോഴേ ഇങ്ങനെ ജറവാസിൻ്റെ അമ്പ് എൻ്റെ വെഹിക്കിളിൻ്റെ മുകളിൽ പോകുന്നു. ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എൻ്റെ പിറകിലിരുന്ന് അത് നമ്മളൊരു ലേബറായിരുന്നു, പുള്ളിക്ക് കൊണ്ട് ഇവിടെ കൊണ്ട്. അയ്യോ, അപ്പോൾ അതിലെന്താ വിഷാംശം ഉണ്ടാവില്ല? ഇന്നേ വരെ അവർ അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും മരിക്കാതെ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് വരുന്നു. പുള്ളി പെട്ടെന്ന് വെഹിക്കിളിൽ നിന്ന് ചാടാൻ പേടിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനെന്തോ ഇതിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റി. എനിക്ക് അമ്പ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ എങ്കിലും എന്തോ എത്ര ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. കാരണം അത് സ്ട്രെയിറ്റ് ആയിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഹുക്ക് ഉണ്ട്, കൂടുതലാണ്. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഇവർ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം ജീവിച്ചിരിപ്പില്ല എന്നുള്ളത്. നേരെ തിരിച്ച് ക്യാമ്പിലോട്ട് പോയി. ഏകദേശം 5 മണിക്കൂറോളം ദൂരമുണ്ട് അവിടെ എത്താൻ വേണ്ടി. കൊണ്ടുപോയി. പക്ഷേ ഇദ്ദേഹം രക്ഷപ്പെട്ടു.